2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ ചരിത്രപരമായൊരു നേട്ടമാണ് ബി ജെ പിക്ക് ഉണ്ടാക്കിയത്. മറ്റ് രണ്ട് മുന്നണികൾക്കും, അതായത് യു ഡി എഫിനും എൽ ഡി എഫിനും അപ്രമാദിത്വമുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് അവരുടെ രണ്ടുപേരുടെയും വോട്ട് വിഹിതം കാര്യമായ രീതിയിൽ കുറയുകയും വോട്ടുകളുടെ നമ്പർ തന്നെ കുറയുകയും ചെയ്തപ്പോൾ ഏതാണ്ട് 3.5% വോട്ടിൻ്റെ വലിയ വർധനവാണ് ബി ജെ പി ഉണ്ടാക്കിയത്. പക്ഷെ അതിൽ തന്നെ ഏറ്റവും സുന്ദരമായിട്ടുള്ള വിജയമെന്ന് പറയുന്നത് തൃശ്ശൂരിലെ അവരുടെ വിജയമായിരുന്നു. അപ്പോൾ തൃശ്ശൂരിൽ താമര വിരിഞ്ഞു എന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഇന്ന് ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന അവിടുത്തെ മുൻ എം പി പറഞ്ഞിട്ടുള്ളത് അവിടെ വിരിഞ്ഞത് താമരയല്ല, പകരം ചെമ്പരത്തിപ്പൂവാണ് വിരിഞ്ഞത് എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണമായി എനിക്ക് തോന്നി. കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാൾ വലിയ അവിടെ ബാധ്യതയാണ് ബി ജെ പിക്ക് എന്ന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ബാധ്യത മാത്രമല്ല, ഒരു വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി സുരേഷ് ഗോപി. ഏറ്റവും അടുത്ത സംഭവങ്ങൾ മുതൽ പഴയ സംഭവങ്ങളിലേക്ക് നമുക്കൊരു സമഗ്രമായിട്ടുള്ള വിശകലനം ഒന്ന് നോക്കാം. സുരേഷ് ഗോപിയുടെ ഒരു സ്വഭാവങ്ങളും അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുമല്ല. അപ്പോൾ അതിൽ ഏറ്റവും ഒടുവിലുള്ള സംഭവം എന്ന് പറയുന്നത് നമ്മുടെ എം മുകേഷ്, അതായത് മെഴുക് മുകേഷ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള സ്ത്രീകൾ പീഡന ആരോപണങ്ങളുമായി പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടില്ലെങ്കിലും അതിനുശേഷം വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകളിൽ ആകെ ഒരു കുറ്റാരോപിതനായിട്ട് നിൽക്കുന്ന എം മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുവമോർച്ചയും യൂത്ത് കോൺഗ്രസും പോലെയുള്ള സംഘടനകളൊക്കെ തെരുവിൽ സമരം ചെയ്യുകയാണ്. അതിൽ തന്നെ യൂത്ത് കോൺഗ്രസും ഒക്കെ മടിച്ചാണ് സമരം ചെയ്യുന്നത്. കാരണം രാജിവെച്ചാൽ കൊള്ളാമായിരുന്നു, രാജിവെക്കുന്നതാണ് ഉചിതം എന്നൊക്കെയാണ് നമ്മുടെ വി ഡി സതീശനെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ പാർട്ടി തീരുമാനിക്കട്ടെ എന്നൊക്കെയാണ്. പക്ഷെ അതിൽ തന്നെ കുറച്ചുകൂടി സ്ട്രോങ് ആയി പറഞ്ഞിരുന്നത് ബി ജെ പി ആണ്, അതിൽ തന്നെ യുവമോർച്ചയ്ക്കാണ്. അപ്പോൾ അവർ തെരുവിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തൊട്ട് മുമ്പ് നമുക്കറിയാം, രഞ്ജിത്ത് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടൊക്കെ യുവമോർച്ച രഞ്ജിത്തിൻ്റെ വീട്ടിലേക്ക് ജാഥയും ഒക്കെ ആഹ്വാനം ചെയ്തിരുന്നു. അത് വഴിയിൽ വെച്ച് പോലീസ് തടഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബി ജെ പിയുടെ ഏക എം പിയും, കേരളത്തിൽ നിന്നുള്ള ഏക എം പിയും കേന്ദ്ര സഹമന്ത്രിയും, ഏക കേന്ദ്ര സഹമന്ത്രിയാണ് ഇപ്പോൾ ആ ഏക കേന്ദ്ര സഹമന്ത്രിയുമായിട്ടുള്ള ബി ജെ പി എം പി ആയിട്ടുള്ള സുരേഷ് ഗോപിയോട് അദ്ദേഹം ഒരു സിനിമാ താരം കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തോട് ചെന്നൊരു അഭിപ്രായം ചോദിച്ചു. അതായത് മുകേഷ് രാജിവെക്കണോ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം രാവിലെ തന്നെ പത്രക്കാരോട് ചൂടാവുകയാണ് ഉണ്ടായത്. അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു. അത് അസ്വസ്ഥനായതിൻ്റെ പിന്നിലൊക്കെ ചില കാരണങ്ങളുണ്ടാവും. അതൊക്കെ ഇപ്പോൾ വഴിയെ ചില ന്യൂസുകൾ വരുമ്പോൾ നമുക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അതെന്താണെങ്കിലും ഇദ്ദേഹം അസ്വസ്ഥനായിരുന്നു. ഇദ്ദേഹം ചോദിച്ചത് കോടതി പറഞ്ഞോ എന്നാണ് ചോദിച്ചത്. കോടതി പറഞ്ഞോ എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ മാസ് ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ജനപ്രീതി കിട്ടുമെന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് വന്നത് ഇദ്ദേഹം ചില ഈ കമ്മീഷണർ പോലെയുള്ള, അതിനുശേഷം മറ്റു പല സിനിമകളൊക്കെ ഒരു ബ്രേക്കിന് ശേഷം പിന്നെ രണ്ടാമത് വന്നതും ഇതുപോലെ തന്നെ അലറുന്ന ഒരു പോലീസ് വേഷമൊക്കെയാണ്. അപ്പോൾ അതിനൊക്കെ തിരശ്ശീലയിൽ കയ്യടി കിട്ടും. പക്ഷേ നമ്മുടെ ഒരു രാഷ്ട്രീയക്കാരൻ പെരുമാറേണ്ടത് ഇങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു മര്യാദ വേണം എന്നൊക്കെ ജനങ്ങൾ ശഠിക്കാറുണ്ട്. ആ മര്യാദ ഒന്നുമില്ലാതെ ദേഷ്യപ്പെട്ടു മാധ്യമങ്ങളോടൊന്ന് മാത്രമല്ല, ഇത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. അതായത് ഈ വെളിപ്പെടുത്തലുകൾ പോലും മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള പ്രയോഗം പോലും സുരേഷ് ഗോപിയുടെ ഭാഗത്തുണ്ടായി. ആ പ്രയോഗത്തോട് വേണ്ട രീതിയിൽ മാധ്യമങ്ങളോ അവിടെ ഉണ്ടായിരുന്ന റിപ്പോർട്ടേഴ്സോ പോലും പ്രതികരിച്ചില്ല എന്ന് പറയുന്ന ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഇത് നിങ്ങൾക്കുള്ള തീറ്റയാണ്, നിങ്ങളുടെ വളർച്ചയ്ക്ക് ഇത് സഹായിക്കും, അതുകൊണ്ട് നിങ്ങളിത് വളർന്നോളൂ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അവരുടെ ഒരു മീറ്റു പോലെയുള്ള അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കേണ്ടി വന്ന സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നിട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളും മറ്റ് ആളുകളും, ഈവൻ നടന്മാരടക്കമുള്ള ആളുകൾ, നടനാകാൻ ആഗ്രഹിച്ചിരുന്ന ആളുകളടക്കമുള്ള ആളുകൾ തുറന്നു പറയുന്ന അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, ആ പൊള്ളുന്ന അനുഭവങ്ങളെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നത് ഇത് മീഡിയകൾക്കുള്ള തീറ്റയാണ് എന്നാണ് പറയുന്നത്. അത് തന്നെ എത്രമാത്രം നിരുത്തരവാദപരമായ ഡയലോഗാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ കോടതിയിൽ പറഞ്ഞോ എന്നാണ് ചോദിക്കുന്നത്. കോടതിയിൽ കേസ് പോയി അവസാനിച്ച് അന്വേഷണം നടത്തി അവസാനിക്കുമ്പോഴേ കോടതി പറയുള്ളൂ. അല്ലെ കോടതി രാവിലെ എഴുന്നേറ്റ് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം മുകേഷോട് രാജിവെക്കെന്ന് പറയില്ലല്ലോ. അപ്പോൾ അതൊക്കെ നിൽക്കുന്നു. അപ്പോൾ ഇദ്ദേഹം എന്താണെങ്കിലും ഈ ബി ജെ പിയുടെ പ്രഖ്യാപിത നിലപാടിന് എതിരായിട്ടാണ് അവിടെ പറഞ്ഞത്. കാരണം മുകേഷ് രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നിലക്കാണ്. ഇതിനുശേഷം കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം കുറച്ചുകൂടി പക്വത കാണിക്കുന്ന ഒരാളാണ്, ഇതുപോലെ വെളിവില്ലാത്ത ഒരാളല്ല. അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് ബി ജെ പിയുടെ സ്റ്റാൻഡ് ഇതാണ്, നമ്മുടെ മെഴുക് മുകേഷ് മാറി നിൽക്കണം എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അതിൻ്റെ കൂടി രോഷം ഉൾക്കൊണ്ടായിരിക്കാം, കാരണം പ്രകാശ് ജാവദേക്കർ വിളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, സുരേഷ് ഗോപി ഇതുപോലെയുള്ള പൊട്ടത്തരങ്ങളൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഇങ്ങനെ മൈൽഡായിട്ടാണ് അദ്ദേഹത്തോട് പറയരുതെന്ന് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ഇദ്ദേഹം രാമനിലയത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അന്ന് തന്നെ പത്രക്കാരൊക്കെ പുറത്ത് നിൽക്കുകയാണ്. പത്രക്കാർ ഇദ്ദേഹത്തിൻ്റെ കാറിൻ്റെ സൈഡിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ വഴിയൊന്നും തടസ്സപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ആ ചിത്രം ഞാനൊരു 10 തവണയെങ്കിലും വിട്ട് കണ്ടതാണ്, ആ വീഡിയോ.
ആ വീഡിയോ ഇട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് ഇയാളുടെ വഴി ആരും തടസ്സപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇയാൾ രോഷത്തോടു കൂടി രോഷാകുലനായി അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. മറ്റേ കമ്മീഷണറും അല്ലെ ഭരത്ചന്ദ്രനും അതുപോലെ തന്നെ ഇതൊക്കെ പുള്ളിയുടെ തലച്ചോറിൽ നിന്ന് ഇറങ്ങിപ്പോകാത്തതുകൊണ്ട് പുള്ളി പുറത്തേക്ക് വന്നിട്ട് ഒരു വേഷം കെട്ട് കാണിച്ചു. കാരണം അവിടെ കൂടിയുന്ന മാധ്യമപ്രവർത്തകർ ഇത് ചില ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ അതിലൊരാളുടെ നെഞ്ചത്ത് പിടിച്ച് ദേഹത്ത് പിടിച്ച് പുള്ളി തള്ളി മാറ്റുന്നൊരു രംഗമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരോട് ഇത്ര മോശപ്പെട്ട പെരുമാറ്റം വേറൊരു രാഷ്ട്രീയക്കാരനും കാണിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു കേന്ദ്രമന്ത്രി ഒരിക്കലും കാണിച്ചിട്ടുണ്ടാവില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ. അപ്പോൾ അത്തരത്തിലൊരു കേന്ദ്രമന്ത്രി ഇത്തരത്തിൽ പെരുമാറുന്നൊരു കാര്യം കണ്ടു. ഇതും കണ്ടു കഴിഞ്ഞില്ല. രോഷാകുലനായിട്ടുള്ള സുരേഷ് ഗോപി നേരെ ഓടിച്ചെന്ന് വണ്ടിയിൽ കയറി എൻ്റെ വഴി എൻ്റെ അവകാശമാണ് എന്നൊക്കെ പറയുന്ന ഒരു പഞ്ച് ഡയലോഗൊക്കെ പറഞ്ഞാൽ പുള്ളിയുടെ ആരാധകരായിട്ടുള്ള ആളുകൾ ചിലർ കോൾമേർ കൊള്ളുമെന്ന് വിചാരിച്ചിട്ട് പുള്ളി പോയി. പക്ഷേ ആളുകൾക്കൊക്കെ മനസ്സിലായി ഇയാളേത് ഈ പറയുന്ന ചെമ്പരത്തി പൂവാണ് എന്നുള്ളത് കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലായി. ഇയാൾ കാറിൽ കയറിപ്പോയി. കാറിൽ കയറി പോയതിന് ശേഷം ഇയാൾ കൊണ്ടുപോയിട്ട് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. പോലീസ് കമ്മീഷണർക്ക്, തൃശ്ശൂർ പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. എൻ്റെ വഴി തടസ്സപ്പെടുത്തിയെന്നും മാധ്യമങ്ങളെക്കുറിച്ച് മനോരമ, മീഡിയ വൺ, അതുപോലെ തന്നെ നമ്മുടെ റിപ്പോർട്ടർ ചാനലിലേക്ക് ആളുകൾക്കെതിരെ പരാതി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഓഫീസറുടെയും പ്രവർത്തനം തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞു. അതൊക്കെ ജാമ്യമില്ലാത്ത കുറ്റമാണ്. അപ്പം അങ്ങനെ പരാതി കൊടുത്തു. ഉടനെ തന്നെ നമ്മുടെ പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ്, ഇവരൊക്കെ തമ്മിലുള്ള ഒരു യോജിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അവർ ഉടനെ തന്നെ ഏതാണ്ട് 1 മണിക്കൂറിനകം തന്നെ ഇതിൻ്റെ പേരിൽ കേസെടുത്തു. ഈ സുരേഷ് ഗോപിയുടെ പരാതി, ഒരു അടിസ്ഥാനവുമില്ലാത്ത ഒരു പരാതി, ക്യാമറകളൊക്കെ ഉള്ള വിഷ്വൽസ് ഒക്കെയുള്ള ഒരു പരാതിയുടെ പുറത്ത് ഒറ്റടിക്ക് കേസെടുക്കുകയും ഇവരെയൊക്കെ പ്രതികളാക്കുകയും കനത്ത കുറ്റങ്ങളൊക്കെ ചാർജ് ചെയ്യുകയും ചെയ്തു. ഇതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാളും മുന്നേ അനിൽ അക്കരെ കൊണ്ടുപോയിട്ടൊരു പരാതി കൊടുത്തിരുന്നു. ഈ മാധ്യമപ്രവർത്തകരെ പിടിച്ചു തള്ളി കേന്ദ്രമന്ത്രി ഉപദ്രവിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതിൻ്റെ പുറത്ത് നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ പുറത്ത് ആകെ മൊഴി രേഖപ്പെടുത്തുന്നൊരു പണി മാത്രമാണ് നമ്മുടെ പോലീസുകാർ ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ CPM ഭരിക്കുമ്പോൾ അവരുടെ പ്രഖ്യാപിത ശത്രുവായി കാണുന്ന ഒരു BJPയുടെ നേതാവിനെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കേസുകളൊക്കെ എടുക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇത് സംഭവിച്ചു. ഇത് മാത്രമല്ലല്ലോ, സുരേഷ് ഗോപിയെ കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തലവേദനകൾ എത്രത്തോളമാണ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇതിന് തൊട്ടു മുമ്പ് അദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിജയമുണ്ടായി, തൃശ്ശൂർ ജയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ അടുത്ത ഡയലോഗ് അദ്ദേഹം പറഞ്ഞു. കാരണം ഇത് BJPയുടെ വിജയമല്ല, പകരം എനിക്ക് മറ്റു പല രാഷ്ട്രീയത്തിൽ നിന്നുള്ള ആളുകളൊക്കെ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മാത്രം മെറിറ്റ് കൊണ്ടുണ്ടായിട്ടുള്ള ഒരു വിജയമാണെന്ന് ഇദ്ദേഹം വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, ഇദ്ദേഹം ഒരു ചക്രവർത്തിയായി തീർന്നിരിക്കുന്നു, മോദിയൊക്കെ ആയിട്ട് വളരെ അടുപ്പമുള്ള ആളാണെന്ന് കാണിക്കാൻ വേണ്ടി ഇദ്ദേഹം പല ഡയലോഗുകളൊക്കെ ഇറക്കാറുണ്ട്. എൻ്റെ നേതാക്കന്മാർ ആകെ 2 പേരേ ഉള്ളൂ എന്ന് അതിനു മുമ്പുള്ളൊരു പ്രചാരണ യോഗത്തിൽ വെച്ച് പറഞ്ഞു. അത് മോദിയും അമിത്ഷായുമാണെന്ന് പറഞ്ഞു. പിന്നെ മോദി ഇദ്ദേഹത്തോട് പറയാറുണ്ട് കുറച്ചൊന്ന് കുറക്കണമെന്ന് പറയുമ്പോൾ ഇദ്ദേഹം അത് പറ്റില്ല, അതുണ്ടെങ്കിലല്ലേ ഞാനുള്ളൂ എന്നൊക്കെയുള്ള ഡയലോഗൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്ന പല തള്ളുകളുമൊക്കെ ഇദ്ദേഹം പുറത്തേക്ക് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എത്ര പ്രിയങ്കരനായിട്ടുള്ള ഒരാളാണ് എന്ന് കാണിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി. പിന്നെ അദ്ദേഹത്തിന് അതിന് തൊട്ട് മുമ്പ് നമുക്കറിയാമല്ലോ, സഹമന്ത്രി ആയി കഴിഞ്ഞതിന് ശേഷവുമൊക്കെ അദ്ദേഹം സഹമന്ത്രി സ്ഥാനം എന്താ മോശമാണോ എന്നുള്ള ചോദ്യമുണ്ടായി. കൂടാതെ ജോർജ് കുര്യനെ മന്ത്രിയാക്കുക എന്ന് പറഞ്ഞപ്പോൾ വളരെ നല്ല കാര്യം, കാരണം മറ്റൊരാളെ കൂടി സഹായിക്കാൻ വേണ്ടി, ഇദ്ദേഹത്തിന് സഹായിക്കാൻ വേണ്ടി കിട്ടുമല്ലോ എന്ന് പറയുന്നൊരു ഡയലോഗ് ഉണ്ടായി. അങ്ങനെ ഇദ്ദേഹം ഒരു വലിയ ആളാണ് എന്ന് ചിന്തിച്ചുകൊണ്ടുള്ള ഡയലോഗാണ് ഉണ്ടാകുന്നത്. ഇതിനൊക്കെ ചില കാര്യങ്ങളിൽ BJPക്ക് പോലും അമളി പറ്റിയിട്ടുണ്ട്. BJP ഇദ്ദേഹത്തെ പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങിൽ, അമിത്ഷായൊക്കെ വന്നിരിക്കുന്ന ഒരു ചടങ്ങിലേക്ക് ഇദ്ദേഹം കടന്നു വരുന്നത് അമിത്ഷായൊക്കെ വന്നതിന് ശേഷം ലേറ്റായി കടന്നു വരുന്നു. അപ്പോൾ ഒരു ആരവം ഉണ്ടാക്കാനുള്ള ആളുകളെയൊക്കെ നിർത്തിയിരിക്കുന്നു എന്നുള്ള നിലക്കാണ് ഇദ്ദേഹം കടന്നു വരുന്നത്. ഇതിന് തൊട്ടു മുമ്പുള്ള ചില സംഭവങ്ങൾ നമുക്കറിയാമല്ലോ. അത് ഈ ഇലക്ഷൻ പ്രചാരണത്തിന് തൊട്ടു മുമ്പുള്ള സംഭവം, ഒരു മാധ്യമ പ്രവർത്തക, അവരുടെ പേരൊക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കും, അതെല്ലാം വീഡിയോയിൽ വന്നതാണ്. പക്ഷേ ഇപ്പോൾ അവർ പരാതിക്കാരി ആയതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഒരു മാധ്യമ പ്രവർത്തക തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇവർ അവരുടെ തോളത്ത് കൈവെക്കുമ്പോൾ അവർ ഒഴിഞ്ഞു മാറുന്നു. അവർ കൃത്യമായ അനിഷ്ടം പ്രകടിപ്പിക്കുന്നു. അനിഷ്ടം പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ടും ഇയാൾ വീണ്ടും അവരുടെ തോളത്ത് തന്നെ കൈവെക്കുന്നു. അങ്ങനെ അത് പരാതിയാകുന്നു, വലിയ പ്രശ്നമാകുന്നു. ആ പ്രശ്നമായി കഴിഞ്ഞതിന് ശേഷം നേരെ ഇദ്ദേഹം വീണ്ടും അടുത്തൊരു മീറ്റിങ്ങിൽ വെച്ചിട്ട് തന്നെ എനിക്ക് ഭയമാണ്, നിങ്ങളൊക്കെ മാറി നിൽക്കും, എന്നെ തൊടല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. അപ്പോൾ ഒരു നട്ടലുള്ള ഒരു മാധ്യമപ്രവർത്തക അതിനെ ചോദ്യം ചെയ്യുന്നു. ഉടനെ തന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെയാണ്, ആ റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകയോട് എന്നോട് കളിക്കാൻ വരരുത്
എന്നൊക്കെ പറഞ്ഞ് ഇയാൾ രൂക്ഷമായിട്ട് പെരുമാറുന്നു, സംസാരിക്കുന്നു. അതിനുശേഷം ഇദ്ദേഹം പറയുന്നത് ആ വാർത്താ കച്ചവടക്കാരൻ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത് വിട്ടതാണ് എന്ന് പറഞ്ഞ് നികേഷ് കുമാറിനെ ചീത്ത പറയുന്നു. നിങ്ങളുടെ യഥാർത്ഥ മുതലാളിയല്ല, ആൻറ്റോനയല്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറച്ച് ഡയലോഗുകളൊക്കെ വിടുന്നു. അവിടെയും പത്രക്കാരുടെ നട്ടെല്ലിൻ്റെ കുറവുണ്ട്. പത്രക്കാരെല്ലാവരും കൂടി ഇദ്ദേഹത്തെ ബഹിഷ്കരിക്കേണ്ടതിന് പകരം ഞങ്ങൾ ആരും എടുക്കുന്നില്ല എന്ന് പറയേണ്ടതിന് പകരം ഇദ്ദേഹം ചോദിക്കുന്നു, ഞാൻ കണ്ടിന്യൂ ചെയ്യണോ വേണോ എന്ന് ചോദിക്കുമ്പോൾ ഈ പെൺകുട്ടിയെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഇദ്ദേഹം കണ്ടിന്യൂ ചെയ്യാനായിട്ട് ബാക്കിയുള്ള പത്രക്കാരൊക്കെ ആവശ്യപ്പെടുന്നു, മാധ്യമപ്രവർത്തകരൊക്കെ ആവശ്യപ്പെടുന്നു. അപ്പോൾ അത്തരത്തിൽ നട്ടലുള്ള മാധ്യമപ്രവർത്തകരില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇദ്ദേഹം പിന്നെയും ഇത് കേൾക്കുന്നു. പിന്നെ ഈ മാധ്യമപ്രവർത്തകയെ അപമാനിച്ചു എന്നൊക്കെ പറയുന്ന കേസിൽ ഇദ്ദേഹത്തിന് ചെറിയൊരു തരത്തിലുള്ളൊരു സിമ്പതിയൊക്കെ കിട്ടി. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു മാധ്യമമാണ്. അവർ രാവിലെ വൈകുന്നേരം ഉച്ചക്കൊക്കെ ഇരുന്ന് നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമമാണ്. ഇസ്രായേൽ തോറ്റു, ഗാസ ജയിച്ചു, പലസ്തീനിന് സൂപ്പറായി, ഇസ്രായേൽ ആകെ തകർന്നു എന്നൊക്കെ പറഞ്ഞ് പല നുണകളും ഇങ്ങനെ രാവിലെ മുതൽ അടിച്ചുവിടുന്ന ഒരു മാധ്യമമായതുകൊണ്ട് വലിയ സിമ്പതിയൊന്നും ഈ പറയുന്ന ആ മാധ്യമ പ്രവർത്തകർക്ക് കിട്ടിയില്ല. അപ്പം അതുമൊക്കെ സുരേഷ് ഗോപി ജയിക്കാനൊരു കാരണമായി. ഇതിനു മുമ്പ് തന്നെ ഇദ്ദേഹം പല ഇതുപോലെയുള്ള അബദ്ധങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള 1000 പഞ്ചായത്തുകളിലും BJP ജയിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. കേരളത്തിലാകെ 1000 പഞ്ചായത്ത് ഇല്ല എന്നുള്ളൊരു കണക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് ഇയാൾക്ക് പറയാം. ഇതെല്ലാം ഇയാൾ ഇതുപോലെ ഒന്ന് തട്ടി അടിച്ചു വിടുകയാണ് പുള്ളി ചെയ്യുന്നത്. പിന്നെ ഇദ്ദേഹത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഒരു ക്വാളിറ്റി ആളുകൾ അങ്ങോട്ട് ചാർത്തിക്കൊടുത്തത് വളരെ കുടുംബസ്നേഹമുള്ള വളരെ നല്ല ഉത്തമനായിട്ടുള്ളൊരു പൗരനാണ് എന്നൊക്കെയുള്ള ഒരു ഇമേജ്, ഒരു എക്സ്ട്രാ ഇമേജ് അങ്ങോട്ട് ആളുകൾ ചാർത്തി കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ ഇദ്ദേഹം അഭിനയിച്ച പല സിനിമകളും ആ സിനിമകളിൽ നിന്ന് 2 ദിവസം ഇദ്ദേഹത്തെ കാണാതായതുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളുണ്ട്. പിന്നെ അതൊക്കെ അവരുടെ പേഴ്സണൽ വ്യക്തിപരമായ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അതിനകത്തേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇദ്ദേഹം പറയുന്ന ചില പൊട്ടത്തരങ്ങളൊക്കെ കേൾക്കാനും ഇവിടെ ആൾക്കാരുണ്ടല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇദ്ദേഹം പറയുന്നൊരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ മകൾ ലക്ഷ്മി മരിച്ചുപോയി. തീർച്ചയായിട്ടും സങ്കടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ആ പെൺകുട്ടിക്ക് ഇപ്പോൾ 33 വയസ്സായിരുന്നാണ് ജീവിച്ചിരുന്നെങ്കിൽ. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാചകം നിങ്ങൾ കേൾക്കണം. അതായത് ആ 33 വയസ്സുള്ള പെൺകുട്ടികളെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം മകളാണെന്ന് വിചാരിച്ച് ഇദ്ദേഹം ഞെക്കിപ്പീച്ചി ആലിംഗനം ചെയ്ത് മണം വലിച്ച് മൂക്കിലേക്ക് എടുക്കും എന്നൊക്കെ പറയുന്നത് എന്തൊരു തോന്നിവാസമാണ് എന്നുള്ളത് നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ അടുത്ത വാചകം കൂടി പറഞ്ഞിട്ട്, നമുക്കൊരു ഓർമ്മകൾക്ക് എങ്ങനെയാണ് പ്രായം കൂടുന്നത്? നമുക്കിപ്പോൾ നമുക്കറിയുന്ന ഒരാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 90ാമത്തെ വയസ്സിലാണ് മരിക്കുന്നതെങ്കിൽ നമ്മൾ 10 കൊല്ലം കഴിഞ്ഞ് 20 കൊല്ലം കഴിഞ്ഞ് നമ്മൾ അയാൾ ഓർക്കുമ്പോഴത്തേക്കും അയാളുടെ വയസ്സ് 90ാമത്തെ വയസ്സ് മരിച്ച അയാളുടെ വയസ്സ് 110ാമത്തെ വയസ്സിൽ എങ്ങനെ ഇരിക്കും എന്ന് നമ്മൾ ആലോചിച്ച് 110 വയസ്സുള്ള ഒരാളെ കാണുമ്പോഴത്തേക്കും നമുക്ക് ആലിംഗനം ചെയ്ത് അതുമായിട്ട് ഉപമിക്കാൻ പറ്റുമോ? വെറും ഭോഷത്തരവും വെറും വേഷം കെട്ടും വേളാങ്കിക്കലും ഒക്കെയാണ് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതൊക്കെ കേട്ടുപോലും രോമാഞ്ച കഞ്ചുക മണിയാൻ മലയാളത്തിൽ ഒരുപാട് ആളുകളുണ്ടായി എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം പറയുന്നത്, ഇദ്ദേഹം 1 രൂപ കൊടുത്തുകൊണ്ട് ആളുകളെ കൊണ്ട് കാല് തൊട്ട് വന്നിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിൽ, പ്രബുദ്ധമായിട്ടുള്ള കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. 1 രൂപ വിഷുക്കൈനീട്ടം കൊടുത്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കാല് തൊട്ട ആളുകൾ വന്നിക്കുന്നു. ഇദ്ദേഹം പറയുന്നു ബ്രാഹ്മണനായി അടുത്ത കൊല്ലം ജനിക്കണം എന്ന്, അടുത്ത ജന്മത്തിൽ ജനിക്കണം, കാരണം പൂജ ചെയ്യാനാണെന്ന് പറയുന്നു. സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകളും സാധാരണക്കാരായിട്ടുള്ള OBC അതർ ബാക്ക്വേർഡ് ക്ലാസ്സസും പിന്നോക്ക ജാതിക്കാരും ഒക്കെ മനസ്സിലാക്കേണ്ടത് നേരെ തിരിച്ചാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഒരു ജാതിയുടെ കാര്യത്തിലൊന്നും ഒരു പ്രാധാന്യം കൂടി ഇല്ല. എല്ലാവരും ഈക്വലായിട്ടുള്ള മനുഷ്യരാണ്. ബ്രാഹ്മണന് മാത്രമേ പൂജ ചെയ്യാൻ പറ്റുമെന്നൊന്നുമില്ല. ഈഴവനും ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും ഒക്കെ തന്നെ പൂജ ചെയ്യാനുള്ള അവകാശം ഈ നാട്ടിൽ വരേണ്ടതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതൊന്നും പൂർണ്ണമായി ഇപ്പോഴും വന്നിട്ടില്ല. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു അടിമ ബോധമുണ്ട്. ആ അടിമ ബോധത്തിൽ നമ്മൾ ബ്രാഹ്മണനെന്തോ വലിയ ആളുകളായിട്ടുണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്പൂതിരീസിൻ്റെ പൽപ്പൊടി ഇവിടെ വിറ്റഴിയുന്നത്. അതുകൊണ്ടാണ് ബ്രാഹ്മിൻസ് എന്ന് പറയുന്ന കറി പൗഡറുകൾ ഇവിടെ വിറ്റഴിയുന്നത്. അതുകൊണ്ടാണ് ഹരിജൻ എന്ന് പറഞ്ഞൊരു കറിപ്പൊടി ഇറങ്ങി ഇവിടെ വിൽക്കാത്തത്. ഇപ്പോഴും ശബരിമലയിൽ ബ്രാഹ്മണനായിട്ടുള്ള ആൾ തന്നെ പൂജിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിബന്ധന എഴുതി വെച്ചേക്കണത്. ഇതൊക്കെ തകർന്നടിയേണ്ട കാലം കഴിഞ്ഞു. അത്തരത്തിലുള്ളൊരു ഫ്യൂഡൽ മാടമ്പി സെറ്റപ്പുകളിൽ അഭിരമിക്കുന്ന ഒരാളാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നത്. ഇദ്ദേഹം വിചാരിക്കുന്നത് ഇദ്ദേഹം എന്തോ ചക്രവർത്തിയായി കഴിഞ്ഞു, രാജാവായി കഴിഞ്ഞു എന്ന് വിചാരിച്ചാണ് ഇദ്ദേഹം എല്ലാവരോടും പെരുമാറുന്നതും. ഇദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് നോക്കിയാൽ കാണാം. ഇതൊക്കെ പുള്ളി വിചാരിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുള്ളി സിനിമയിൽ ചെയ്തപ്പോഴാണ് ഒരു വലിയ കയ്യടികൾ നേടിയത്. ഭരത്ചന്ദ്രനൊക്കെ അഭിനയിച്ചപ്പോഴാണ് കയ്യടി കിട്ടിയത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരോടും പെരുമാറാം, എല്ലാവരും തൻ്റെ അടിമകളാണ് എന്നുള്ള വിവരക്കേടാണ് ഈ സുരേഷ് ഗോപിക്കുള്ളത്. ഇതിനൊക്കെ ചൂട്ടുപിടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരള സർക്കാരും പിണറായിയും CPM പോലും.
കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഇദ്ദേഹം സിനിമയിൽ നിന്ന് ഏതാണ്ട് കുറച്ച് നാൾ മാറി നിന്നിരുന്നു. നിങ്ങളൊക്കെ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും. കാരണം ഇദ്ദേഹത്തോട് ആരോ ചെന്ന് പറഞ്ഞു, ഇദ്ദേഹം ഒരുപാട് പോലീസ് വേഷങ്ങളിൽ അഭിനയിച്ചപ്പോൾ ഇദ്ദേഹത്തോട് ആരോ ഇദ്ദേഹത്തെ കണ്ട് കുട്ടികളൊക്കെ തോക്കെടുക്കുന്നു, അവരുടെയൊക്കെ ഒരു ക്രിമിനൽ സ്വഭാവം വളരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആരോ ഒരാൾ പറഞ്ഞതാണ്, അല്ലാതെ കാര്യമായിട്ട് വലിയ വിമർശനമൊന്നും ഉണ്ടായില്ല. ഇയാൾ തോക്കെടുത്ത് സിനിമയിൽ അഭിനയിച്ച കുട്ടികൾ നാളെ ചെന്ന് തോക്കാറ്റെടുക്കുക. അങ്ങനെയാണെങ്കിൽ എന്തോരം ജെയിംസ് ബോണ്ട് സിനിമകളും ബാക്കിയുള്ള സിനിമകളും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നുമില്ല. പക്ഷെ പുള്ളി അതുകൊണ്ട് തന്നെ ഏതോ ആളുകളുടെ വിമർശനം വെച്ച് പുള്ളി ഇനി മുതൽ തോക്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. പുള്ളി തോക്കെടുക്കുന്നില്ല തീരുമാനിച്ചപ്പോൾ നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ പറഞ്ഞു, എങ്കിൽ താങ്കൾ വീട്ടിൽ തന്നെ ഇരുന്നോളാം പറഞ്ഞു. കുറേ നാൾ ഇദ്ദേഹം വീട്ടിലിരുന്നു. അതിനുശേഷം ഇദ്ദേഹം ACB-യിലാണെന്നാണ് എൻ്റെ ഓർമ്മ, 3 പത്രപ്രവർത്തകർ, ഒന്ന് ഹിന്ദുവിൻ്റെ കറസ്പോണ്ടൻ്റ് ആയിരുന്നു അന്നത്തെ അദ്ദേഹം, അങ്ങനെ 3 പത്രപ്രവർത്തകർ ഇദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു രംഗമുണ്ട്. നിങ്ങളത് കാണേണ്ടതാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, എൻ്റെ ഒരു 10, 20, 25 കൊല്ലങ്ങൾക്കൊക്കെ മുമ്പായിരിക്കും. ആ ഇൻ്റർവ്യൂവിൽ തന്നെ സുരേഷ് ഗോപിയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു മണ്ടറാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇൻ്റർവ്യൂവിൽ തന്നെ. അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ ആയിരിക്കാം, ഞാൻ മണ്ടറാണ് എന്നൊക്കെ പറഞ്ഞ് ഉരുളുന്നൊരു രംഗം നിങ്ങൾക്കുണ്ടാവും. ആ മണ്ടത്തരം തന്നെ സുരേഷ് ഗോപിക്ക് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാളുടെ ഈ പോഴത്തരമൊക്കെ ജനം എത്ര നാൾ സഹിക്കും എന്നാണ് എനിക്കറിയാൻ പാടുള്ളത്. സത്യത്തിൽ ഇദ്ദേഹത്തെ കൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് TN പ്രതാപൻ പറഞ്ഞ ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ആ കാര്യമെന്ന് പറയുന്നത്, അവിടെ വിരിഞ്ഞത് സത്യത്തിൽ BJPക്ക് പോലും മനസ്സിലായിരിക്കുന്നു ഇത് ചെമ്പരത്തി പൂവാണെന്ന്. കാരണം ഇപ്പോൾ ചില നേതാക്കന്മാരൊക്കെ വന്ന്, പാവം സുരേഷൊക്കെ വന്നിട്ട് ഈ സുരേഷ് ഗോപിയെ ന്യായീകരിക്കാൻ വേണ്ടി കിടന്ന് പെടാപ്പാട് പെടുന്ന രംഗം ഞാൻ കണ്ടു. ചില നേതാക്കന്മാർ കുറച്ചുകൂടി പക്വമായിട്ട് പെരുമാറേണ്ടിയിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെ സുരേന്ദ്രനൊക്കെ പാവം ഗതികേട് കൊണ്ടിട്ട്, ഇയാൾ ഇവിടുത്തെ മന്ത്രിയല്ലല്ലോ, സംസ്ഥാന മന്ത്രിയല്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കിപ്പോഴും സുരേഷ് ഗോപിയോട് ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അത് മാധ്യമപ്രവർത്തകർ ആരെങ്കിലും ചോദിക്കണം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടണോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 50-52ഓളം വരുന്ന ആളുകൾ ചെന്ന് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. ആ പരാതി കൊടുത്തതിന് അനുബന്ധമായിട്ടുള്ള തെളിവുകൾ അവർ ഹാജരാക്കിയിട്ടുണ്ടല്ലോ. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു അന്വേഷണം നടക്കട്ടെ എന്നെങ്കിലും പറയാനുള്ള ഉത്തരവാദിത്വം സുരേഷ് ഗോപിക്കില്ലേ, കേന്ദ്രമന്ത്രിക്കില്ലേ? അതുപോലും ഇപ്പം ശരിക്കും മുകേഷെതിരെയുള്ള കേസിൽ പോലും അന്വേഷണം നടക്കട്ടെ, അതുവരെ മാറി നിൽക്കട്ടെ എന്നോ, അല്ലെങ്കിൽ ഇനി അന്വേഷണം നടക്കട്ടെ, നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നുള്ള എന്തെങ്കിലും ഒരു കാര്യം വ്യക്തമായി പറയാനുള്ള ബോധം ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ഈ പറയുന്ന ഏതാണ്ട് നല്ല പൊണ്ണവും പൊക്കമൊക്കെ ഉള്ള സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാൾ. ഞാനിത് എൻ്റെ ഒരു ഇൻ്റർവ്യൂ, ഞാൻ ക്രൈം നന്ദകുമാർ കൊടുത്ത ഇൻ്റർവ്യൂവിൽ തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, സുരേഷ് ഗോപി ജയിച്ചാൽ അത് BJPക്ക് വലിയ ദുരന്തമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബാക്കി എല്ലാ പാർട്ടികളും പുറകോട്ട് പോയപ്പോൾ BJPയും NDA മുന്നണിയും മാത്രമാണ് കേരളത്തിൽ 3-3.5% വോട്ട് കൂടുതലിലേക്ക് എത്തിയത്. പക്ഷെ അങ്ങനെ കൂടുതലിലേക്ക് എത്തി സുരേഷ് ഗോപി വിജയിച്ചപ്പോൾ സന്തോഷിച്ച ആളുകളെല്ലാം അങ്ങേയറ്റത്തെ നിരാശയിലാണ്. വെറും മണ്ടൻ കളിയാണ് പുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊരുപാട് കാര്യങ്ങളിലുണ്ട്. പക്ഷെ വിസിബിളായി പുറത്ത് കാണാവുന്ന ഈ മണ്ടൻ കളികളുടെ ഒരു ചരിത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഇനിയും നിരവധി കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ നികേഷ് കുമാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോണ്ട് ട്രൈ ടു പ്ലേ ഫൂൾ വിത്ത് മീ നികേഷ് എന്നൊക്കെ പറയുന്ന ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ വിചാരം ഈ പുന്നപ്രയിൽ കയറിയപ്പോൾ അവിടെ എന്താ തുലഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം രോഷം പ്രകടിപ്പിക്കുന്നു. എൻ്റെ പൊന്ന് സുരേഷ് ഗോപി, ഒരു മര്യാദ കൊണ്ട് MV നികേഷ് കുമാറൊക്കെ അന്ന് മറുപടി പറയാതിരുന്നതാണ്. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതായതുകൊണ്ട് അദ്ദേഹം മറുപടി പറയാതിരുന്നതാണ്. അദ്ദേഹമൊക്കെ മറുപടി പറയാൻ തീരുമാനിച്ചാൽ താങ്കൾ കണ്ടം വഴി ഓടേണ്ടി വരും. അന്ന് ആ പെൺകുട്ടി, ഈ റിപ്പോർട്ടറിൻ്റെ ഒരു സാധാരണ റിപ്പോർട്ടർ അവിടെ നിന്ന് ചില ചോദ്യങ്ങൾ ഉന്നയിച്ച് എന്നോട് കളിക്കാൻ വരരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ 2-3 ചോദ്യം തിരിച്ചു പറഞ്ഞപ്പോൾ തന്നെ താങ്കൾ ആകെ ഫ്യൂസ് ഊരിയ പോലെ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് താങ്കൾ ഇവിടുത്തെ രാജാവുമല്ല ചക്രവർത്തിയുമല്ല. സത്യത്തിൽ പ്രകാശ് ജാവദേക്കറും EP ജയരാജനും അതുപോലെ തന്നെ CPM ഒക്കെ ആയിട്ടുണ്ടാക്കിയ ചില ഡീലുകളുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന മാധ്യമപ്രവർത്തകരുടെ കേസെടുക്കുകയും അതൊരു വിഷയമാക്കുകയും പിന്നെ പൂരം കുളമാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ജയിച്ച ഒരാളാണ് താങ്കൾ.
എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഒരു 1.5 മാസം മുമ്പ് അവിടെ സുരേഷ് ഗോപിക്ക് ഒരു 1-2% വോട്ട് കൂടുതൽ കിട്ടിയേക്കാം, പക്ഷേ ജയിക്കാനൊരു സാധ്യതയുമില്ല എന്ന് വിലയിരുത്തിയ ഒരാളാണ് ഞാൻ. ഇതുവരെ പറഞ്ഞിട്ടുള്ള എൻ്റെ നിഗമനങ്ങളിൽ ആകെ തെറ്റിയിട്ടുള്ള ഒരെണ്ണം താങ്കളുടെ കാര്യത്തിലാണ്. എനിക്ക് താങ്കളുമായി വ്യക്തിപരമായി യാതൊരു അടുപ്പമോ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടോ ഒന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും അവിടെ നടത്തിയിട്ടുള്ള കൃത്യമായിട്ടുള്ള അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു ഇലക്ഷൻ പ്രോജക്റ്റ് നടത്തി തെറ്റിപ്പോയതാണ്. പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു വിരോധവുമില്ല. പക്ഷേ ഇദ്ദേഹത്തിന് ഇതൊന്നും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കേപ്പബിലിറ്റിയുള്ള ഒരാളല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതിൻ്റെ പിന്നിൽ ഇദ്ദേഹം കാണിക്കുന്ന ഈ വലിയ അസ്വസ്ഥതകളുടെയൊക്കെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. അത് നമുക്ക് വഴിയെ അറിയാം എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. കാരണം ചില ഈ BJP ചില SG നിരീക്ഷകർ, സുരേഷ് ഗോപിയുടെ നിരീക്ഷകരും സുരേഷ് ഗോപിയുടെ വാഴ്ത്തുപാട്ടുകാരും ഒക്കെ വന്ന് ഇപ്പം തന്നെ സുരേഷ് ഗോപിയെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൊടുക്കാൻ ഗൂഢാലോചന നടന്നു എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ നിന്നൊക്കെ വായിക്കുന്നൊരു കാര്യം, സുരേഷ് ഗോപിക്ക് തന്നെ കൃത്യമായിട്ടറിയാം ഇത്ര വലിയ അസ്വസ്ഥത മുകേഷിൻ്റെ കാര്യത്തിൽ കാണിക്കുന്നുവെങ്കിൽ താങ്കൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ഇമേജ് തകരാൻ അധിക സമയം വേണ്ട എന്നറിയാവുന്ന സുരേഷ് ഗോപിയുടെ ഒരു വെപ്രാളമാണിത്. വലിയ കുടുംബസ്നേഹിയായിട്ടുള്ള ആളെയൊക്കെ ആളായിട്ടുള്ള ഒരു ഇമേജ് താങ്കൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. പണ്ട് ബംഗാളിൽ ഏതാണ്ട് 14 മന്ത്രിമാരെ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിൽ കുടുക്കിയിരുന്നു മാത്യു സാമുവലൊക്കെ. അതുമായി ബന്ധപ്പെട്ട് ഈ 14 പേരും കൈക്കൂലി വാങ്ങിക്കുന്നതിൻ്റെ വിഷ്വൽസൊക്കെ എടുത്ത് പുറത്ത് ഇട്ടിരുന്നു അദ്ദേഹം. ആ മാത്യു സാമുവൽ അന്നങ്ങനെ ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു മിനിസ്റ്ററുണ്ട്. ആ മിനിസ്റ്റർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിന് അവിടെ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടായിരുന്ന ഒരു മനുഷ്യയാണ് അദ്ദേഹം പോലും. പക്ഷേ കൈ നീട്ടി കാശ് മേടിച്ചിരുന്നു. കാരണം ഇത്തരത്തിലുള്ള ഒരു ഇമേജ് പതുക്കെ പുറമെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ സുരേഷ് ഗോപിയും ഇത്തരത്തിലുള്ള ഇമേജുകൾ ക്രിയേറ്റ് ചെയ്തതാണ്. അതിൻ്റെ പടിയായിട്ടാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മറ്റേ അമിത്ഷാ ഇരിക്കുന്ന യോഗത്തിലേക്ക് വൈകി വരുന്നതും ആർപ്പോവിളി ഉണ്ടാക്കുന്നതും അതുപോലെ ഈ ഷോ കാണിക്കുന്നതുമെല്ലാം അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് പക്ഷേ ഇത്തവണ പണി പാളും. അദ്ദേഹം എക്സ്പോസ്ഡ് ആയിരിക്കുന്നു. തൃശ്ശൂരിൽ ഒരു താമരയല്ല ചെമ്പരത്തിപ്പൂ വിരിഞ്ഞിരിക്കുന്നു.